ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, നടക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പം എന്താണ് ഡേ ഇൻ മൈ ലൈഫ് ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും പറയാനില്ലാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ എനിക്ക് വേറൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. പാല് വാങ്ങാൻ പോകണം. അതിങ്ങനെ ഒരു പാടത്തിൻ്റെ ബാക്കിൽ കൂടെയാണ് പോവുക. അപ്പം ഞാനിപ്പോൾ പാല് വാങ്ങാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് അച്ഛനെ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ എന്തായാലും ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ടാണ് മെയിനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ, ഇവിടെ എൻ്റെ വലിയച്ഛൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇത്ര കാടായിരുന്നില്ല കേട്ടോ, ഇപ്പോൾ ഇവിടെ നിറയെ വാഴക്കൃഷിയായി. അപ്പം ഇതേ കൂടെ അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാടാണ്. അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെയുള്ളൊരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കായൊക്കെ ഏതാണെന്ന് എനിക്കറിയോ? പണ്ട് ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്താ പറയുക, തല്ലൂട്ടായിരുന്നു ഈ സാധനം. ഇത് ഫോക്കസ് കരോ. ഇതാണ് നമ്മുടെ കാരക്കായ കേട്ടോ. കുറേ പൊടിച്ച് തിന്നാറുണ്ട്. പഴുക്കുന്നത് നോക്കിയിരിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ആരും കഴിക്കാറില്ല. പാല് വാങ്ങാൻ പോയടുത്തുനിന്ന് മാങ്ങയും കൂടി സ്നീറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ ചേട്ടൻ വന്നു. സാധാരണ മീൻ ചേട്ടനല്ല കേട്ടോ, ഇത് വേറെ ചേട്ടനാണ് വന്നത്. നമ്മൾ മീൻ വാങ്ങി, വെളൂരിയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ കുളം കുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഫ്രണ്ട് നമുക്ക് ആമ്പൽ തന്നിട്ടുണ്ടായിരുന്നു. ശരണ്യ, ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവൾ തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് വെച്ച കാരണം കൊണ്ട് അത് വലുതാവണില്ല, പൂവുണ്ടാവണില്ല. അപ്പോൾ വിചാരിച്ചു ഒരു കുളം കുത്തിയിട്ട് എന്താ പറയുക, കുളത്തിനുള്ളിൽ കുറച്ച് ചേറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത്, അവൾ അങ്ങനെയാണ് അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുളം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കുത്തിയതാണ്. ഇത് പകുതിയായിട്ടുള്ളൂ. ഇത് ഞാൻ കുത്തിയ കാരണം കേട്ടോ എത്ര ഭംഗിയിലിരിക്കണേ. കൊത്തി വെച്ചിട്ട് കൊത്താൻ എനിക്കറിയില്ല. ഞാൻ കൊയ്ക്കോട്ട് വെച്ചിട്ടാണ് പരിപാടികൾ നടത്താറുള്ളൂ. അപ്പം ഇത് ഇന്ന് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ പുറത്തേക്ക് പോവാണ്. തിരിച്ച് വന്നിട്ട് വെയിലൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെ അപ്പോൾ ഇനി ബാക്കി റെഡി ആവാൻ പോവാണ്. ഇനി എന്താണ്, വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ടെന്ന്. ഞാൻ ഇന്നലെ ഒരു സംഭവം, അതായത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു സംഭവം ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം പണി പാളിപ്പോയി. അപ്പം ഇന്ന് വീണ്ടും ഇതിന് വേണ്ടി വന്നേക്കാണ് കേട്ടോ. നമുക്ക് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം. സൂപ്പർ. നോക്ക്, തുറക്ക്. അതില് ഞാൻ പൂവ് ഇട്ടു. ശരിക്കും ഇങ്ങനെ നീർത്തി വെക്കേണ്ടതായിരുന്നു. പൂവ് ഇട്ട അപ്പൊ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാ, അതിനിട്ടതാ. പിന്നെ ഞാൻ പെട്ടെന്ന് റെഡി ആവാൻ തുടങ്ങി കേട്ടോ. കാരണം സമയം കുറേ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി, ഈ റോളർ. ഈ വാസ്ലീനാണ് ഇപ്പം എൻ്റെ ഏകാശ്രയം. കാരണം ലിപ്സ് ഭയങ്കരമായിട്ട് ഡാർക്കനായിട്ടുണ്ട്. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് എന്താ പറയുക,
ഡാർക്ക് കളറ് പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ ലിപ്സ്റ്റിക് യൂസ് ചെയ്യണ കാരണമായിരിക്കാം മേ ബി. അപ്പോൾ എനിക്ക് തോന്നുന്നു വാസ്ലിനാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദെൻ വേറെ ഓപ്ഷൻ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ ട്രൈപോഡ് വെച്ചത് ശരിയായിട്ടില്ല, അത് കാരണം കൊണ്ടാണ് ഇതിങ്ങനെ. എനിക്ക് പോകാൻ സമയമായി. ഞാൻ ഭയങ്കര തിരക്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിട്ടിട്ടുണ്ട്. ഇട്ടത് ഈ ഒരു ന്യൂട്രി ഡെർമൻ്റെ ആണ് കേട്ടോ. അത് അടിപൊളി സാധനമാണ്. പിന്നെ സൺസ്ക്രീൻ. യെസ്, ഞാൻ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ന്യൂട്രിജനൈഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചെയ്തത്. സുന്ദർ എന്താ കുറങ്ങണേ? സമയം 10 മണിയായി. എന്തിട്ട് കിടക്കണേ? എന്നിട്ടാണ് അയ്യ രാവിലെ എൻ്റെ നടക്ക്. ഇപ്പം കേട്ടതാണ് എൻ്റെ അലമുറയിട്ട സൗണ്ട്. ഈ സൗണ്ട് എല്ലാവർക്കും ഓരോ വിധത്തിൽ ഓരോ തരത്തിലുണ്ടാവും. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. എന്താ ഇനി ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ടാറ്റാ. ഓക്കെ, നമ്മൾ പോവുകയാണ്. എന്തെങ്കിലും കൊടയില്ല, ഒന്നുമില്ല. എന്താകുമോ എന്തോ. സമയം എത്രയെന്നറിയോ? സമയം 9:45. ഇരിങ്ങാലക്കുടയ്ക്കാണ് പോകേണ്ടത്. നമുക്ക് ഇരിങ്ങാലക്കുട ഉള്ള കോടതിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ അവിടെയൊക്കെ എത്തിയിട്ട് ബാക്കി കാണാം. ഞാനിപ്പോൾ ബസ് കയറാൻ പോവാണ്. പൂച്ചിനിപ്പാടം വരെ നടന്നിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുവരെയുള്ള വെയിൽ കൊണ്ട് ഞാൻ സംതൃപ്തി അടയും. പിന്നെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആൾക്കാരില്ല. ഓക്കെ, സ്ഥിരം വഴികളിലൂടെ പോവുകയാണ്. ഈ വഴി വിജനമായ വഴി. ഇത് ബീവറേജിലേക്കുള്ള വഴി കേട്ടോ. അല്ല, ഇവിടെ കുറച്ച് എന്താ പറയുക ഇതുകളൊക്കെ ഉണ്ട്, വീടുകളൊക്കെ ഉണ്ട് മെയിനായിട്ട്. ടിക്കറ്റ് ഒരു 10:45 ആകുമ്പോഴത്തേനും വരാൻ പറഞ്ഞു. ഞാൻ 10:45 ആകുമ്പോഴത്തേനും കറക്റ്റായിട്ട് എത്തി. പക്ഷെ പാര് ഭയങ്കരമായിട്ട് ലേറ്റായി. അപ്പം ഭയങ്കര ലേറ്റായി എന്ന് പറഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ ലേറ്റായി. പക്ഷേ കോട്ടിലെത്തിയപ്പോഴത്തേനും കേക്ക്സ് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിളിക്കില്ലല്ലോ. അപ്പോൾ എവിടെയാണെന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഫോൺ വിളിച്ചപ്പോൾ ആൾ മെസ്സേജ് അയച്ചു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ദെൻ അവിടെ ചെന്ന് എന്നോട് ഇരുന്നോളാൻ പറഞ്ഞു ആൾ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ഇവിടെ വീഡിയോ എടുക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വീഡിയോ എടുത്തു. ദെൻ ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേനും 2 മണിയൊക്കെ ആയപ്പോഴത്തേനും കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, അത് കാരണം കൊണ്ടാണ് റാൻഡംലി എടുത്തത്. ഞാൻ എനിക്ക് തലകറങ്ങുന്നു പറഞ്ഞത് വിശന്നിട്ട് തന്നെ കൊണ്ടുപോകാണ്ട് ഇല്ല, തന്നെ പോയില്ലേ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചില്ലറ കുറുമ്പുകളൊക്കെ കാണിക്കില്ല, അതുപോലെ കാണിച്ചാണ്. എനിക്ക് ഓൾറെഡി അവൻ എന്നെ എത്ര ഞാൻ ഇതായിട്ടിരുന്നാലും ദേഷ്യത്തിലിരുന്നാലും പിന്നെ വയറ് നിറച്ച് തൊണ്ടക്കുഴി വരെ കയറ്റിച്ചിട്ട് വിടാറുള്ളൂ. അപ്പം ഇപ്രാവശ്യം ഷേക്ക് പോയി എനിക്ക് തണുത്ത് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് മോൺസ്റ്ററും അതുപോലെ തന്നെ സ്ട്രോബെറി മോൺസ്റ്ററാണ്. ചോക്ലേറ്റിന് വേറെ എന്തുവാണ് പേര് എനിക്ക് ഓർമ്മയില്ല. രണ്ടും 2 തരത്തിൽ ഓർഡർ ചെയ്തു. സാധാരണ രീതിയിൽ ചോക്ലേറ്റാണ് എൻ്റെ ഫേവറേറ്റ്, സ്ട്രോബെറി അവൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക തിന്ന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞു. എന്നാലും 2 ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ആ സ്ട്രോബെറിയുടെ സംഭവം പെരുത്ത് വലുതായിരുന്നു. കുറച്ച് സമയം തിന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. ഭയങ്കരമായിട്ട് എന്താ പറയുക ഗാർണിഷ് എന്താ ഇതിനെ പറയുക അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ സംഭവം. വീഡിയോസ് എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു, എങ്ങനെ തിന്നണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് സമയം എടുത്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ തിന്ന് തീർത്തുട്ടാ. ഇത് നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ ഞങ്ങൾ സ്ഥിരം പോകാറുള്ള ഷേക്കാണ്. ഇവിടെ ഇതിൻ്റെ ഒരുവിധപ്പെട്ടുള്ള എല്ലാ വെറൈറ്റീസും കഴിച്ച് കഴിഞ്ഞു. പിന്നെ എനിക്കിഷ്ടമല്ലാത്ത ഇതാണ് കുറച്ചൊക്കെ. എനിക്ക് ഓറിയോ, സ്നിക്കേഴ്സ് അത് വെച്ചിട്ടുള്ളതൊന്നും എനിക്ക് അങ്ങനെ അത്ര അധികം താല്പര്യമില്ല. അപ്പം അതല്ലാത്ത പുളിയും അങ്ങനെയുള്ള ചോക്ലേറ്റ് ഇഷ്ടമാണ്. പിന്നെ അതല്ലാതെ എനിക്ക് പുളിയുള്ളതാണ് കൂടുതൽ ഇഷ്ടം. ഓറഞ്ച് ഫ്ലേവറിൽ, സ്ട്രോബെറി ഫ്ലേവറിലൊക്കെ ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്ടൊക്കെ തിന്ന് പലതരത്തിൽ പല രീതിയിൽ ഞാൻ തിന്ന് അവസാനിപ്പിച്ച്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും എന്തെങ്കിലും തിന്നണം തോന്നി, മീൻസ് കട്ടിയിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബർഗർ വാങ്ങി. ബർഗർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള ഒരു ഇതാണുള്ളത്. സാധാരണ ബർഗർ ലോഞ്ചിലൊക്കെ പോയി കഴിച്ച എൻ്റെ അഹങ്കാരം കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അവിടെ നിന്ന് പിന്നെ ഞാൻ വേഗം ബസ്സിൽ കയറിയിരുന്നു. കറക്റ്റ് വെയിലുള്ളവർ തന്നെ ഇരുന്നു. പക്ഷേ ഇത് വണ്ടി തിരിയുമ്പോഴത്തേനും വെയിലുണ്ടാവില്ല, കാരണം കുറേ കാലമായിട്ട് ഞാൻ ഈ ബസ്സിൽ കയറി ഇറങ്ങുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷനൊക്കെ എനിക്കറിയാൻ പറ്റും. ദെൻ ബസ്സിൽ കയറാൻ നേരത്തെ എൻ്റെ കാതിൽ കമ്മൽ ഒരെണ്ണം പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പൂച്ചിനിപ്പാടത്ത് ഇറങ്ങി ഇവിടുത്തെ ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് നാളായി ഞാൻ നെയിൽ പോളിഷൊക്കെ വാങ്ങണം
നെയിൽ റിമൂവർ വാങ്ങണം എന്നൊക്കെ വിചാരിക്കണം. കാലമത്തനൊക്കെ നന്നായിട്ട് വലുതായി. അപ്പോൾ നെയിൽ പോളിഷ് ഇട്ടില്ല വൃത്തികേടാണ്. അപ്പോൾ ഒരു ബ്ലൂ കളർ നെയിൽ പോളിഷും പിന്നെ ഒരു നെയിൽ റിമൂവറും പിന്നെ ഒരു 2 കമ്മലും ഒരു റിങ് കമ്മലും ഒരു കുഞ്ഞു കമ്മലും മേടിച്ച് ഒരു കുഞ്ഞ് സ്ട്രോബെറി ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം കേട്ടോ. അതും വാങ്ങിച്ചു. അതിന് ശേഷം ഞാൻ നടക്കുവാണ്. നടക്കാമെന്ന് വിചാരിച്ച ആ തീരുമാനമാണ് തെറ്റിപ്പോയത്. 3 ദിവസത്തേക്ക് പിന്നെ നോക്കണ്ട, തലവേദനയുടെ അയ്യൊരു കളിയായിരുന്നു. അപ്പം മെയിനായിട്ട് വേറെ ഒന്നുമല്ല, എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ കയറണമായിരുന്നു. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് കടയിൽ കയറണം, ബേക്കറിയിൽ കയറണം. അതൊക്കെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി എനിക്കിഷ്ടമല്ല. എനിക്ക് എന്തൊരു വ്യഗ്രതയാണ് ഇങ്ങനെ ഓട്ടോക്കാരെ വെയിറ്റ് ചെയ്യിക്കുമ്പോൾ. അത് കാരണം കൊണ്ടാണ് ഞാൻ നടക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാ പ്രാവശ്യം പുറത്തേക്ക് പോകുമ്പോൾ ഇത് തന്നെയാണ് അംഗം. ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ കയറുക, ബേക്കറിയിൽ കയറുക, അതേപോലെ തന്നെ ഫ്രൂട്ട്സ് കടയിൽ കയറുക, വീട്ടിൽ നേരം വൈകി എത്തുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുക. ഇതാണ് മെയിൻ റൂട്ടീനായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്യാപ്പ് വെച്ചു. ഭയങ്കര എൻ്റെ കയ്യിൽ കുടയില്ല, കുട എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ പെട്ടുപോയി. ദെൻ ഞാൻ ക്യാപ്പ് വെച്ചു, അല്ലെങ്കിൽ തലവേദന എടുത്ത് പണ്ടാരടങ്ങും. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ടാനായിട്ടുണ്ടാവും. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 3:30 മണിയായിട്ടുണ്ട്. 3:30 മണിയായി. ഒരു 12 മണി 12:15 12:30 വരെ കോർട്ടിലുണ്ടായിരുന്നു. മെയിനായിട്ട് ആക്സിഡൻറ്റ് കേസുകളായിരുന്നു. അത് കാരണം കൊണ്ട് വക്കീലന്മാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം 12:30 ആയപ്പോഴത്തേനും ലാസ്റ്റ് കേസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹിയറിങ് കൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. വെയിൽ കാരണം എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ ഒരു ഗ്യാപ്പ് റോഡാണ്. അതായത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞില്ലേ, ഞാൻ മിക്കപ്പോഴും ഈ വഴി കൂടെയാണ് വരാറുള്ളത്. കാരണം ആൾക്കാരുടെ ശല്യമൊന്നുമില്ലാതെ. മറ്റേത് മെയിൻ റോഡാണ്, കുറേ ആൾക്കാരുണ്ടാവും, കുറേ വണ്ടികളുണ്ടാവും. ഇവിടെ നേരങ്ങളിലാണ് എന്താ പറയുക ആൾക്കാരുകളുണ്ടാവുക. ബീവറേജിലേക്ക് വൈകുന്നേരങ്ങളിലാണല്ലോ ആൾക്കാർ കൂടുതൽ പോവുക. അപ്പോൾ അത് കാരണം കൊണ്ട് വൈകുന്നേരങ്ങളിലുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഈ നട്ടപ്പുറ വെയിലതൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല. പിന്നെ ചെറുപ്പം തൊട്ട് ഈ വഴി കൂടെ നടന്ന് ശീലിച്ച കാരണം കൊണ്ട് വലിയ പേടിയില്ല. പിന്നെ ഇത്രയും വലിയ റോഡായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ റോഡ് നല്ല അത്യാവശ്യം വലിയ റോഡാക്കി. പണ്ട് കുഞ്ഞു റോഡായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പതുക്കെ നടന്ന് പൊട്ടിത്തെറിക്കണ വെയിലെന്ന് പറഞ്ഞാണ്ടല്ലോ, പൊള്ളിപ്പോണ വെയിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് ബാക്കി ഇന്ന് വൈകുന്നേരം നല്ല അടിപ്പം തലവേദനയായിരിക്കുന്നു പറഞ്ഞാൽ തലവേദനയായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം അതിന് മാത്രം വെയിൽ കൊണ്ടിട്ടുണ്ട് ഞാൻ. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് തന്നെ വൈകുന്നേരം ഇട്ടാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊട്ടിപ്പൊളിഞ്ഞ എൻ്റെ തറവാട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. ഇവിടെ നിറയെ പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും കാർന്നോത്തിപ്പൂച്ച. അവളിപ്പോൾ കുട്ടിയൊക്കെ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുക. അപ്പോൾ അവളവിടെ ഇരിക്കുന്നുണ്ട്. വീട് പുതുക്കി പണിയാത്ത വേറെ ഒന്നല്ല കേട്ടോ. വീടിൻ്റെ ഭാഗവെപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂടുകാലത്ത് ഇതൊരു എ സി വീടാണിത്. ചൂടുകാലത്ത് ഭയങ്കര ഒരു ആശ്വാസമാണ്. തണുപ്പ് കാലത്താണെങ്കിലും എ സി വീടാണ്. അപ്പം ഞാൻ വീട്ടിലെത്തി. കോലം നോക്ക്, നല്ല രസമില്ല കാണാനായിട്ട്. ഇനി എനിക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഫേസ് പാക്ക് ഇടണം. ആ പാക്ക് ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇനി ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ടാറ്റാ.